എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചീര വിത്ത് നടാൻ പോവുകയാണ്. ചീര വിത്തും വെണ്ട വിത്തും. ആരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാറില്ലല്ലോ. സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യണേ. നമ്മൾ അപ്പം നടാൻ പോവുകയാണ്. എന്താ അമ്മ നമ്മൾ നടുന്നേ? അഗ്രി കമ്പോസ്റ്റ് പുട്ടിന് നനയ്ക്കും പോലെയാണ് നനച്ചു വെച്ചേക്കുന്നത്. ട്രെയിൽ വാരി നിറയ്ക്ക്. എനിക്കൊരു ട്രേ, പൊന്നൂനൊരു ട്രേ അമ്മ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒത്തിരി പ്രസ് ചെയ്ത് വെക്കണ്ടേ? ഇങ്ങനെ കാൽഭാഗം വെച്ചാൽ കുറച്ചുകൂടെ. ഓക്കെ, നമുക്ക് നന്നായിട്ട് എല്ലാവരും നനയ്ക്കണം. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഹോളിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുഴിയിട്ട് കൊടുക്കും. ഇങ്ങനെ കുഴിച്ച് ആന കുയ്യുന്ന പോലെ ചെടികളുടെ വേരിനായി നമ്മൾ കമ്പോസ്റ്റ് ഇട്ടു. വേരിന്റെ വളർച്ചയ്ക്ക് വേര് നന്നായിട്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഇട്ടിരിക്കും? മാമിട്ട് കൊടുക്കും. എത്ര സ്പൂൺ ഇടണം? ഒരു കുറച്ച് മതി ഓരോന്നിനും. കുഴിക്കകത്തിട്ട് കൊടുക്കും. കുഴിക്കകത്ത് ഞാൻ ശകലം ഇട്ടെടുക്കാവോ? കൂടുതലായി പോയാൽ വീടിന്റെ വളർച്ച കൂടി പോകുമോ? പിന്നെ ചട്ടി മൊത്തം ഇതായിരിക്കും. ബ്ലാക്കിൽ പ്രസാദ വരും. ഇതാണ് നമ്മളുടെ വെണ്ട വിത്ത്. നമ്മൾ സൂഡോമോണസിലിട്ട് കുതിർത്തെടുത്ത എല്ലാത്തിനും നന്നായിട്ട് മുള വന്നു. ഇവിടെ ഇത് നമ്മുടെ ഇവിടെ ഞാൻ നേരത്തെ കൃഷി ചെയ്തിരുന്ന വെണ്ട വിത്താണ്. അയ്യോ, നമ്മളുടെ ചീര വിത്ത് അവിടെ പോയി. ഇതെടുത്ത് വയ്ക്കുക, കുഴിയിൽ നോക്കി. നമ്മൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നിലെത്തൊന്നും വയ്ക്കണം. ഒന്നിലൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കും. നല്ല രസമായി വേണ്ട വിത്ത്. ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. നന്നായിട്ട് ഇത് വളരണമെന്നാണ് നമ്മളെ പ്രാർത്ഥനയല്ലേ ബിന്ദു? വേഗം സമയമില്ല. ഞാൻ എൻ്റെ വെണ്ട വിത്ത് നട്ടു കഴിഞ്ഞു. ഇത് വളർന്നു വന്നാൽ മതി. ഇത് ഇതല്ല